ഗ്ലാസ് വർക്ക് ചെയ്തതുകൊണ്ട് ഇപ്പോഴും ലീക്ക് തന്നെയാണോ? എന്തുകൊണ്ടായിരിക്കാം ലീക്ക് വരുന്നത്? നമസ്കാരം, ഞാൻ ആകാശ് അഗസ്റ്റിൻ. ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫിക്സഡ് ഗ്ലാസുകളെ പറ്റിയാണ്. നമുക്ക് വീടുകളിൽ വെക്കുന്നതാവാം, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിൽ വെക്കുന്നതാവാം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ വെച്ചിട്ടുള്ള ഒരു ഫിക്സഡ് ഗ്ലാസുകളെ പറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതും ആ ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് വരുന്നത്, ഏതാണ് ഇതിൻ്റെ തിക്നെസ്, എന്തുകൊണ്ട് നമുക്കിതിന് ലീക്കോ കാര്യങ്ങളോ അകത്തേക്ക് വരുന്നില്ല എന്നതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലാസ് വർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു ബേസിക് മോഡലിൽ വരുന്നതാണ്. നമുക്ക് ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇവിടെ 12mm ടഫൻ ഗ്ലാസ് ആണ്. അതേപോലെ തന്നെ ബോട്ടത്തിൽ നമ്മൾ അലൂമിനിയത്തിൻ്റെ യു ചാനൽ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുന്ന സമയത്ത് അലൂമിനിയത്തിൻ്റെ ക്ലീറ്റ് ആംഗിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് മോഡൽ എന്ന് പറയുന്നത്. ഏതൊരു ഗ്ലാസ് വർക്കിൻ്റെയും ഫിക്സഡ് ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നത്. ഇതിനുശേഷം ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ. പാച്ച് ഫിറ്റിങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ പറഞ്ഞാൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള പ്രൊഫൈൽസ് വരുന്നുണ്ട്. അനോഡൈസഡ് പ്രൊഫൈൽസുകൾ വരുന്നുണ്ട്. ഒരുപാട് ചാനൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഡിസൈനും നമ്മുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ ചെയ്ത സമയത്ത് എന്തൊക്കെയാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. പല കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലും അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ ഇതേപോലെ ഫിക്സഡ് ഗ്ലാസുകൾ വെക്കുന്ന സമയത്ത് അവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ഫ്ലോറിൽ ഈ ഒരു അടിഭാഗത്ത് നിന്നും, അതായത് ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഗ്ലാസ് ഇവിടുന്ന് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം അകത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്? അതായത് നമ്മൾ ഗ്ലാസ് ഇപ്പോൾ ഈ ഒരു ടൈല് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ടൈലിന് മുകളിൽ നമുക്ക് പാച്ച് ഫിറ്റിങ്സ് ആവാം, ഏതൊരു പ്രൊഫൈലും ആയിക്കോട്ടെ, നമ്മൾ ഇതിന് മുകളിലേക്കാണ് ആ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ടൈൽ ജോയിന്റ് എന്ന് പറയുന്നത് അപ്പോക്സി ഫീൽഡ് ആയിരിക്കാം. പക്ഷേ ഈ അപ്പോക്സി എത്ര കാലം നിൽക്കാം, അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ ചെറുതായിട്ട് ടൈലിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും കാലക്രമേണ നമുക്ക് പുറത്തുനിന്ന് വരുന്ന വെള്ളം എന്ത് ചെയ്യുന്നു, ഈ ഒരു ടൈലിന്റെ ജോയിന്റ് വഴി അകത്തേക്ക് ലീക്കാവും. അങ്ങനെയാണ് പലപ്പോഴും ലീക്കേജ് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ വലിയ ഏരിയകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ടൈല് വർക്കിന് മുമ്പായിട്ട് നമ്മൾ എന്തായാലും പരിക്കനിട്ട് ആദ്യം ഫ്ലോറൊക്കെ ഒന്ന് ലെവലാക്കുമല്ലോ. അങ്ങനെ ലെവലാക്കി അതിന് മുകളിലേക്ക് നമ്മളിവിടെ യു ചാനൽ വെച്ച് അടിച്ചിട്ടുണ്ട്. ഓൾറെഡി യു ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ അപ്പോൾ തന്നെ സിലിക്കോണും ചെയ്ത് ട്രീറ്റും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ടൈല് വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടൈല് വന്നു ഡയറക്റ്റ്ലി എന്തായി നമ്മുടെ ചാനലിലേക്കാണ് ഇവിടെ മുട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, സിലിക്കോൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നുള്ള മഴ പെയ്താലും വെള്ളം അകത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ നമ്മളെല്ലാം ടൈൽ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ലെയർ സിലിക്കോണും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ ലീക്ക് വരാനുള്ള റീസൺ. അടുത്ത റീസൺ സിലിക്കോൺ. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ ആയിട്ടുള്ള സിലിക്കോൺ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, ഈ സിലിക്കോണിൽ ക്രാക്ക് വന്നിട്ടോ സിലിക്കോൺ ഗ്ലാസിൽ നിന്ന് വിട്ടിട്ടോ ഫ്ലോറിൽ നിന്ന് വിട്ടിട്ടോ അകത്തേക്ക് ലീക്കേജ് വരാനുള്ള ഇഷ്യൂസ് കൂടുതലാണ്. സോ എപ്പോഴും നമ്മളിങ്ങനെ പുറത്ത് എക്സ്റ്റീരിയർ ഏരിയകൾ ചെയ്യുന്ന സമയത്ത് വെതർ പ്രൂഫ് ക്വാളിറ്റിയുള്ള സിലിക്കോൺസ് മാത്രം യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കിത് ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നതും നമുക്ക് അതുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇനി ഒരു ഗ്ലാസിന്റെ സ്പെക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഏകദേശം ഒരു 3 മീറ്റർ ഹൈറ്റോളം ഇത് വരുന്നുണ്ട്. 3 മീറ്റർ ഹൈറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് 12mm ഗ്ലാസ് ചെയ്യാനായിട്ടാണ്. കാരണം തീർച്ചയായിട്ടും ഒരു 12mm ഗ്ലാസ് ആണ് ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നത്. അതേ സമയത്ത് ഇവിടെ ഒരു 10mm ഗ്ലാസ് ആണ് നിൽക്കുന്നതെങ്കിൽ ഈ ഗ്ലാസ്സിന് തന്നെ ഒരു ബെൻഡ് ഉണ്ടാവും. അത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകും. കാരണം നമ്മുടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ എപ്പോഴും മാക്സിമം റോഡിന് സൈഡ് ആയിരിക്കുമല്ലോ, വലിയ വാഹനങ്ങൾ പോകുന്ന സമയത്തൊക്കെ ജെർക്കിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ തിക്നെസ് കുറഞ്ഞ ഗ്ലാസുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ബെൻഡായി നിൽക്കുന്ന ഗ്ലാസ്സിനെയാണ് നമ്മൾ കറക്റ്റ് പിടിച്ച് ടൈറ്റ് ആക്കി നമ്മൾ സിലിക്കോണൊക്കെ അടിച്ചിവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്ലാസ് നല്ലൊരു വൈബ്രേഷൻ വരുന്ന സമയത്ത് ഈ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസസ് ഇടയാവും. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ട് പോകുന്ന വഴികളിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെ താനെ പൊട്ടിയ ഗ്ലാസ്സുകൾ ഉണ്ടാവും. അത് പൊട്ടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ നടക്കാത്തത് കൊണ്ടാണ്. മേ ബി അതിന്റെ തിക്നെസ് ആവാം, അല്ലെങ്കിൽ അതിനെ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തതുകൊണ്ടാവാം. സോ എപ്പോഴും ഒരു 2.5 മീറ്ററിൽ താഴത്തേക്ക് 10mm അതിന് മുകളിലേക്ക് പോകുന്ന സമയത്ത് 12mm ഗ്ലാസുകളും യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് പറയാനുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ടു ഗ്ലാസ് ജോയിന്റിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ ഇവിടെ സിലിക്കോൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു 4mm ക്ലിയറൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എപ്പോഴും നമുക്ക് മിനിമം നമ്മളൊരു ഗ്ലാസ് ചെയ്യുന്ന സമയത്ത് ഒരു 4 to 8mm ക്ലിയറൻസ് വരെയെങ്കിലും കൊടുക്കണമെന്നാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ജെർക്കിങ്ങുകൾ വരുന്ന സമയത്ത് സിലിക്കോൺ എന്ന് പറയുന്നത് എപ്പോഴും ഇതേപോലെ ഇങ്ങനെ പ്രസ് ആവുന്ന സാധനമാണ്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രസ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഇതൊരു റബ്ബറാണ് ഉണങ്ങി കഴിയുമ്പോൾ. സോ ഈ ഗ്ലാസ്സിന് ഷേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും
ഇതിലേക്കാണ് ഇത് ചെന്ന് വീണ്ടും വീണ്ടും തട്ടിക്കൊണ്ടേയിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഷ്യലിൽ ഗ്ലാസ് ഇട്ട പോലെ ഉണ്ടാവും നമുക്ക് സിലിക്കോൺ ചെയ്യുന്ന സമയത്ത്. പലപ്പോഴും നമ്മൾ ഈ ഫ്ലോറിലേക്കൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ താഴെ പറഞ്ഞിരുന്നു, താഴെ നമ്മൾ യു ചാനലാണ് കൊടുത്തിരിക്കുന്നത്. യു ചാനലിന്റെ അടിയിൽ നമ്മൾ പാക്കിംഗ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൽ സിലിക്കോണും ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ജെർക്കിംഗ് വരുന്ന സമയത്ത് ഈ ഗ്ലാസ് പൊട്ടാത്തത്. പലപ്പോഴും നമ്മൾ ഈ യു ചാനലിലേക്ക് ഡയറക്റ്റ് ഗ്ലാസ് കൊണ്ട് വെക്കുന്ന സമയത്ത് ജെർക്കിംഗ് വരുമ്പോൾ എന്താണ്, താഴെ ഒരു സോളിഡ് ആയിട്ടുള്ള പ്രതലാണ്, ആ പ്രതലത്തിൽ കണ്ടിന്യൂസ് ഗ്ലാസിങ്ങിന് അടിക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് പൊട്ടിപ്പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ടഫൻ ക്ലാസ്സുകൾ ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലാസ്സുകളുടെ 4 സൈഡ് എന്നും പറയുന്നത് ഒരിക്കലും ഒരു സോളിഡ് പ്രതലത്തിലേക്ക് ടച്ച് ആവാതിരിക്കുക. അതിനൊരു പാക്കിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം, അതിന് അല്ലെങ്കിൽ സിലിക്കോൺ കൊണ്ട് അതിനെ റൗണ്ട് ചെയ്തിരിക്കണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഗ്ലാസ്സുകൾ സേഫ് ആയിരിക്കും. നമ്മൾ നോക്കുന്നത് ഫിക്സഡ് ഗ്ലാസ്സുകളെ പറ്റിയാണ്. അതായത് ഒരു ഫിക്സഡ് ഗ്ലാസിന്റെ ഏറ്റവും ഒരു ബേസിക് മോഡലിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞത്. ഇതേപോലെ തന്നെ ഒരുപാട് മോഡലുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതേപോലെ ഇതിൽ ആനോഡൈസ്ഡ് ഫ്രെയിം, സ്ലീക്ക് ആയിട്ടുള്ള ഫ്രെയിമുകൾ, അതേപോലെ നമുക്ക് ഈ ജോയിന്റിൽ ജോർജിയൻ ബാറുകൾ, ഗ്ലാസിന്റെ സെൻട്രൽ ജോർജിയൻ ബാറുകൾ പല പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഒരുപാട് മോഡലുകളുണ്ട്. അടുത്ത വീഡിയോയിൽ പുതിയൊരു പ്രൊഫൈലും പുതിയൊരു ഗ്ലാസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.